പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെ നന്ദു SI ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഇങ്ങനെ എന്തായാലും ആദ്യം തന്നെ അനന്തപുരികൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അബിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ആണെങ്കിൽ അബിയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് എന്തായാലും അനന്തപുരിയിലേക്ക് പോയി എല്ലാവരും മുമ്പിൽ വെച്ചത് പൊളിക്കണം എന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു ആണെങ്കിൽ അനന്തപുരിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, മോള് വന്നോ? നീ നിൻ്റെ ചേച്ചിയെ ന്യായീകരിക്കാനൊക്കെ വന്നതായിരിക്കും അല്ലേ? ഞാൻ അറിഞ്ഞിട്ടുണ്ട്, നീ SI ആയതിനു ശേഷം ഒരു കേസ് ഏറ്റെടുത്തെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ എന്തിൻ്റെ പുറപ്പാടാണ്? നീ വെറുതെ എന്തിനാ ഇവിടുത്തെ കേസൊക്കെ അന്വേഷിച്ച് നീ നാണം കെടാൻ വേണ്ടി നിൽക്കുന്നത്? എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ അവളാണെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുക. അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും അവരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ചേച്ചിയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നയനേച്ചിയുടെ ഭാഗത്തൊരു തെറ്റും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഇവിടെ കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നതൊക്കെ വേറൊരാളാണെന്നൊക്കെ പറയുകയാണേ. ആ സമയത്താണെങ്കിൽ നന്ദു പറയുന്നുണ്ട്, ചേച്ചി ആ സത്യങ്ങളൊക്കെ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇല്ലാണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടല്ലോ, മോളെ നീ ആരെക്കുറിച്ചാണ് പറയുന്നത്? നീ എന്താ പറയുന്നത്? നീ എൻ്റെ ഭർത്താവിനെയാണോ നീ ഇതിനകത്ത് കുറ്റക്കാരനാക്കാനാണോ നീ ശ്രമിക്കുന്നത്? അല്ല വേണ്ടിയാണോ നീ കോട്ടും സൂട്ടൊക്കെ അണിഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല നീ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ പറയുക. അപ്പോൾ ആ സമയത്ത് നന്ദു ചോദിക്കുകയാണ്, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഞാനിതുവരെയ്ക്കും ന്യായമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, അത് ശരിയാണ്, നീ ന്യായമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ നീ പ്രതികരിക്കുകയുള്ളൂ. അല്ലാതെ ന്യായമായ കാര്യങ്ങൾ കണ്ടാൽ നീ അത് പ്രതികരിക്കാനോ അതിനൊന്നും നീ പോകത്തില്ല. നീ സത്യം മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, ആ ഒരു കാര്യം ചേച്ചി മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പം ഞാനിപ്പം ഇവിടെ എല്ലാ തെളിവുകളും കൂടെ ഇവിടുത്തെ ഒരു കള്ളനെ പിടികൂടാൻ വേണ്ടിയാണ് ഇപ്പം ഞാനിവിടെ എത്തിയിരിക്കുന്നത് എന്നൊക്കെ നന്ദു പറയുകയാണേ. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ അബിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് അബിയാണെങ്കിൽ നന്ദുവിനെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ കണ്ടിട്ട് ഞെട്ടിത്തിരിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം അബിക്കാണെങ്കിൽ പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത കണക്കാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ആ മോളോ എന്തായാലും ഈ ഒരു വേഷനിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കും കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. എന്തായാലും ഞാനിവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. എന്തായാലും മോക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുവാണേ അബി. അപ്പം നന്ദു പറയുകയാണ്, ആ സുഖാന്വേഷണമൊക്കെ അവിടെ ഇരിക്കട്ടെ അബിയേട്ടാ, എന്തായാലും എനിക്ക് അബിയേട്ടൻ്റെ അടുത്തൊരു കാര്യങ്ങളൊക്കെ ചോദിച്ച് എനിക്ക് അറിയാനുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അബി പറയുകയാണ്, അതെന്താ എൻ്റെ അടുത്ത് ചോദിക്കാൻ തനിക്ക്? അപ്പം നവ്യയും ചോദിക്കും, അതെന്താ ശരിയാണല്ലോ, എന്താ നന്ദു നിനക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്? നിനക്ക് എന്താണ് ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നവ്യ. അപ്പം നന്ദു പറയുകയാണ്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ അബിക്കെതിരെ കുറച്ച് തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. നന്ദു ആണെങ്കിൽ ജ്വല്ലറിയിൽ നിന്നുള്ള കുറേ സ്വർണത്തിൻ്റെയൊക്കെ ലിസ്റ്റുകളൊക്കെ അബിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറേ തിരിമറികളൊക്കെ അബി നടത്തിയിട്ടുണ്ടെന്നൊക്കെ നന്ദു കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നന്ദു ആണെങ്കിൽ നവ്യയ്ക്കും ആ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദു പറയുകയാണ്, ഇനിയൊരു സത്യം മാത്രമാണ് എനിക്ക് അറിയേണ്ടത്. നന്ദു ആണെങ്കിൽ നവ്യ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ഈ തിരിമറികളും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ചേച്ചിയുടെ അറിവോട് കൂടിയാണോ എന്നുള്ള ഇതും കൂടെ എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഒരിക്കലും എൻ്റെ അബി ഇങ്ങനെയൊന്നും ചെയ്യില്ല. അബി പറയുന്നുണ്ട്, കാര്യം വെച്ചാൽ ഇപ്പോൾ എന്ത് കാര്യങ്ങൾ നടക്കുന്നതും കാര്യങ്ങളെല്ലാം അബി എൻ്റെ അടുത്ത് പറയാറുണ്ട്. ഇത് അബിയെ ആരോ ചതിച്ചതാണെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, ഇപ്പം മുത്തശ്ശനാണെങ്കിൽ അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവർ ഔദാര്യം കൊണ്ടാണ് അത് കിട്ടിയതെന്നൊക്കെയുള്ള ഇതിലൊക്കെ പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. നവ്യയെ കൊടുക്കാൻ വേണ്ടി അവരെന്തോ ചതിച്ചതാണെന്നൊക്കെ നവ്യ ഇങ്ങനെ പറയുകയാണേ. നന്ദു പറയുന്നുണ്ട്, ചേച്ചി ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നയനേട്ടത്തിയോ അല്ലെങ്കിൽ ആദർശേട്ടനോ പറഞ്ഞിട്ടൊന്നും ഞാൻ ഇങ്ങനെ കള്ളബില്ല് ഉണ്ടാക്കിയതൊന്നും അല്ല. ഈ കാണുന്നതെല്ലാം സത്യമാണ്. അല്ലാതെ വെറുതെ കള്ളബില്ല് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇതിൻ്റെ തെളിവാണെങ്കിൽ ഫോണിലും ഉണ്ട്. അബി ഒരാളെ കാണാൻ പോകുന്നതാണെങ്കിലും അബി മാറി നിന്ന് ഫോൺ ചെയ്യുന്നതൊക്കെ ആണെങ്കിലും എല്ലാത്തിൻ്റെ തെളിവും എൻ്റെ ഫോണിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം നന്ദു ആണെങ്കിൽ നവ്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നവ്യ ആണെങ്കിലും ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. വേറൊരു സത്യവും എനിക്ക് പറയാനുണ്ട് തുറന്ന്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായി കാണുമല്ലോ. പക്ഷേ അത് തുറന്ന് പറഞ്ഞാൽ നവ്യേച്ചിയുടെ ജീവിതം എന്താകും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതെല്ലാം കേട്ടിട്ട് അബിയാണെങ്കിൽ ഞെട്ടിത്തിരിച്ച് പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാര്യം ചന്തമോളെ കാര്യമാണെന്ന് പറഞ്ഞു വരുന്നത് എന്ന് അബിക്ക് ബോധ്യമായതുകൊണ്ട്
അഭി ആകെ ഞെട്ടിത്തെരിച്ചൊക്കെ പേടിച്ചൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവ്യ നന്ദുവിനടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പറയുന്നത്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, നീ ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്, നീ ഇവൻ്റെ എന്ത് കാര്യമാണ് പറഞ്ഞാൽ ഞാൻ പേടിക്കുമെന്നൊക്കെ പേടിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ ഇല്ലാണ്ടാവുന്നതൊക്കെ നീ പറയുന്നുണ്ടല്ലോ, അതെനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അതൊക്കെ നമ്മളെ നവ്യ ചോദിക്കുമ്പോൾ നമ്മളെ നന്ദ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ വഴിയേ പറയാം. എന്തായാലും ഇപ്പം അടങ്ങി ഒതുങ്ങി എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഇന്നില്ല എങ്കിലും ഇതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഇവന് പുറം ലോകം കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഇത് ഞാൻ പൂട്ടുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അഭി പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.